അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആസ്വദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇൻ്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലം അളപ്പ്, വീട് വെക്കൽ, അപേക്ഷ കൊടുക്കൽ, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിൻ്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, come with you wherever you go. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിൻ്റെ കൂടെ വരികയും നിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും
നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിൻ്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവർ, ഡിപ്രഷൻ അനുഭവിക്കുന്നവർ, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാർ, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങൾ, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവർ, തകർച്ച സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവർ, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവർ, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെ ഇരിക്കുന്നവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിനക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിൽ നമ്മൾ കർത്താവ് മനസ്സ് നിറഞ്ഞ് പറഞ്ഞ ഒരു വല്ലാത്ത കഥയാണ് ദ സ്റ്റോറി ഓഫ് ദ പ്രൊഡിഗൽ സൺ, ധൂർത്തപുത്രൻ്റെ കഥ. അതിന് ഇടക്കാലം കൊണ്ട് സ്നേഹപിതാവിൻ്റെ കഥയെന്നൊക്കെ പറഞ്ഞ് ബൈബിൾ വ്യാഖ്യാനക്കാർ അതിനെ കുറച്ച് മസാലകൾ ചേർക്കുന്നുണ്ട്. പക്ഷേ അതിനും അപ്പുറത്ത് അത് തൻ്റെ കൂടെ നിന്ന് എല്ലാം ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അനുഭവിച്ച ഒരു മകൻ്റെ കഥ കൂടിയാണത്. അത് മൂത്ത മകനാണ്. നമ്മൾ ഈ ആഴ്ചയുടെ ധ്യാനങ്ങളെല്ലാം ഒരു പൊളിച്ചെഴുത്തും ഒരു പുനർവായനയുമാണ്. അതിൽ നമ്മൾ ആദ്യം കാണുന്നത് ഈ ഇളയ മകൻ അവനെല്ലാം നശിപ്പിച്ച് ദൂർത്തടിച്ച് കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ക്ഷാമം ഉണ്ടായി. അപ്പോൾ അവൻ ചിന്തിച്ചു, എൻ്റെ പിതാവിൻ്റെ ദാസന്മാർ എത്രയോ സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകും. അതൊരു ഡിസിഷനാണ്, തീരുമാനം. എല്ലാ മാനസാന്തരങ്ങൾക്കും ഒരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത വെറും ആശയങ്ങൾ മാത്രമായ മാനസാന്തരം സുവിശേഷത്തിൻ്റെ ദൃഷ്ടിയിൽ സ്വീകാര്യമല്ല. ഒരു ഡിസിഷൻ, സക്കേവസ് ഒരു ഡിസിഷൻ എടുത്തതാണ്. ഞാൻ എൻ്റെ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നത് എല്ലാം തീരുമാനമാണ്. എപ്പോഴും ഒരു മാനസാന്തര അനുഭവത്തിൻ്റെ തീരുമാനം ഉണ്ടാകണം. അതുപോലെ ഇദ്ദേഹം ഒരു തീരുമാനം എടുത്തതിൽ ഒരു ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിൻ്റെ ഒരു തീരുമാനം എന്താണെന്നറിയാമോ? ഒരു തീരുമാനം, ഇയാൾ വേശ്യകളുടെ കൂടെ സ്വത്ത് ധൂർത്തടിച്ചെന്ന് പറയുന്നത് ആരോപണം മാത്രമാണ്. നമുക്കറിയത്തില്ല, ചേട്ടായി പറയുന്നൊരു ആരോപണമാണ്. ചിലപ്പോൾ ശരിയാകാം, ചിലപ്പോൾ തെറ്റാകാം. പക്ഷേ കാശ് പോയെന്നുള്ള കാര്യം സത്യമാണ്. ഗതികെട്ട് നശിഞ്ഞ് നാറാണക്കല്ലും പറിച്ച് തിരിച്ചു വന്നു എന്നുള്ള കാര്യവും സത്യമാണ്. പക്ഷെ എന്നാലും അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്, ഞാനത് റീഫണ്ട് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പൻ്റെ വീട്ടിലത് നിർത്തിയാൽ മതി, ഞാനത് റീഫണ്ട് ചെയ്തോളാം, ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നെ ആവുന്നവരെ, മരണം വരെ ജോലി എടുത്താലും ശരി, അപ്പന് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു തന്നോളാം എന്ന് പറയും. അതൊരു വല്ലാത്ത വാക്കാണ് ശരിക്കും. ലൂക്കാ 15:18, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുത്തേക്ക് പോകും. ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ അവനോട് പറയും. പിതാവേ, സ്വർഗത്തിനെതിരായും നിന്റെ മുമ്പിലും ഞാൻ പാപം ചെയ്തു. നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല. നിന്റെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ. ഇപ്പൊ അത് അവന്റെ ഒരു സോളിലോക്കിയാണ്. അവന്റെ മനസാക്ഷി അവനെ ധ്യാനിപ്പിക്കുക. ധ്യാനഗുരുവില്ല, ധ്യാനകേന്ദ്രമില്ല, നല്ല നാട്ടുകാരില്ല പറഞ്ഞു കൊടുക്കാൻ. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു മനുഷ്യന് മനസാക്ഷി തന്നെയാണ് അവൻ്റെ ധ്യാനഗുരു. കാര്യം നമ്മുടെ തെറ്റും ശരിയൊക്കെ നമ്മുടെ മനസാക്ഷിക്ക് അറിയാം. പക്ഷേ ചില ആൾക്കാർ ദുരഭിമാനം കൊണ്ട്, ഞാൻ ഈ ധൂർത്തപുത്രനെ തിരിച്ചു വരെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവന് ദുരഭിമാനം ഇല്ലെന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത ദിവസം കാണാതിനെക്കുറിച്ച്. ഇപ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ധൂർത്തപുത്രൻ്റെ മനസ്സിൽ അവനൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ ഒരു വിഷയം എന്താണെന്നറിയാമോ?
അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമേ എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാനിത് റീഫണ്ട് ചെയ്തോളാം. എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഭീമമായ തുകയാണ്. എന്നാൽ ആ മനുഷ്യന് ഒരു ആഗ്രഹമുണ്ട്, എന്താണ്? പരിഹാരം ചെയ്യണമെന്ന്. നോൻപ് കാലം പരിഹാരത്തിൻ്റെ കാലമാണ്. നമ്മൾ ഇപ്പോഴ് ആണ്ടുകുംഭാസം നടത്തുമ്പോൾ പോലും ആ പരിഹാരം ഒരു കാലികമായ തിന്മയിൽ നിന്നുള്ളൊരു പരിഹാരത്തിനാണ് നമ്മൾ പ്രായശ്ചിത്തമായിട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രായശ്ചിത്തം നമ്മൾ ചൊല്ലുകയാണ് ചെയ്യണത്. ഇയാൾ പറയണത് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം എന്നാണ് പറയണത്. പ്രായശ്ചിത്തം ചൊല്ലാൻ ആർക്കും കഴിയും, അവിടെ മുട്ടയെന്ന് മൂസ്വർഗസ്ഥനായ ചൊല്ലിട്ട് പോന്നാൽ മതി. പക്ഷേ ഇയാളങ്ങനെയല്ല പറയണത്. അങ്ങയുടെ ദാസരിൽ ഒരുവനായി എന്നെ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാമെന്നാണ്. ഇത് ദൈവദർശന സ്വീകാര്യമായ കർത്താവിൻ്റെ മനസ്സിലിരിപ്പാണ്. ഈ കഥയെല്ലാം വരണം എവിടെ നിന്നാണ്? കർത്താവ് എങ്ങനെയാണ് ഒരു പാപിയെ കാണുന്നത്? പ്രായശ്ചിത്തം ചൊല്ലുന്നവരെ അല്ല. അയാൾ പറയുന്നുണ്ട്, അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി എന്നൊക്കെ ഏറ്റു പറയുന്നുണ്ട് അയാൾ. പക്ഷെ പ്രായശ്ചിത്തം അയാൾ ചെല്ലുകയല്ല ചെയ്യണത്, പ്രായശ്ചിത്തം ചെയ്തോളാമെന്ന് പറയണതാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഈ നോൻപുകാലത്ത് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങനെക്ക് നൽകിയ വിശുദ്ധിയും വരപ്രസാദവും നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ കൃപയിൽ നിന്ന് അങ്ങയുടെ വിശുദ്ധ രക്തത്തിനെതിരായി ചെയ്ത പാപങ്ങളെ ഓർത്ത് അങ്ങയുടെ കൃപയിൽ നിന്ന് മാറ്റപ്പെട്ടതിനെ ഓർത്തും ഞാൻ പശ്ചാത്തപിക്കുന്നു. അങ്ങനെ സംഭവിച്ചു പോയതിൽ ഞാൻ ഖേദിക്കുകയും എന്റെ പാപങ്ങൾക്കെല്ലാം ധൂർത്തപുത്രനെ പോലെ അക്ഷരാർത്ഥത്തിലെ പരിഹാരം ചെയ്യാനുള്ള കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നിങ്ങളവർക്ക് എന്താണ് പശ്ചാത്താപം, എന്താണ് പരിഹാരം ചെയ്യേണ്ടതെന്ന്? ഇപ്പൊ നിങ്ങളൊരു അബോർഷനാണ് സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അബോർഷന്റെ പരിഹാരം എന്താ? 2-3 പരിഹാരങ്ങളുണ്ട്. ഒന്ന്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കുക, അല്ലേ? പഠിക്കാത്ത കുഞ്ഞുങ്ങൾ, അപ്പനില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകും, അപ്പം മരിച്ചുപോയ കുഞ്ഞുങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിരിക്കുന്നത് ഓട്ടിസമുള്ള കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുകയാണ്. ചെറിയൊരു വരുമാനത്തിലാണ്, പക്ഷേ ആ വരുമാനം കൊണ്ട് എന്താകാനാണ്? ഓട്ടിസമുള്ള ഒരു കുഞ്ഞിനെ വളർത്താൻ ഒരു അമ്മക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് 5-6 കുഞ്ഞുങ്ങളെ ഒരമ്മ വളർത്തിക്കൊണ്ട് വരണത്. അപ്പോൾ അത് ഉള്ളിലൊരു പരിഹാരമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതുപോലെ തന്നെയാണ് ചിലർ അനാഥാലയങ്ങളിൽ പോയി പ്രായമായവരുടെ ഉടുപ്പൊക്കെ അലക്കി കൊടുക്കുകയും അവർക്ക് ഇങ്ങനെ ബോധമില്ലാതെ ഫസ്റ്റ് കോളും സെക്കൻഡ് കോളും ഒക്കെ കഴിഞ്ഞ് കിടക്കുന്ന ആൾക്കാരെ കഴുകുന്നില്ലേ? ഇപ്പം കന്യാസിമാർ 2 പേരൊക്കെ ചിലപ്പോൾ ഉണ്ടാകത്തുള്ളൂ. ഓരോരുത്തരുടെ കഴുകി വരുമ്പോൾ തന്നെ മണി 12 ആവും. അത് നിസ്സാര കാര്യമില്ല. അപ്പം നമ്മുടെ സിസ്റ്റേഴ്സിൻ്റെ ദൈവവിളി എന്ന് പറഞ്ഞാൽ ആ ദൈവവിളിയുടെയൊക്കെ മുമ്പിൽ നമ്മൾ തൊപ്പിയെടുത്ത് ഹാറ്റ് ഓഫ് ചെയ്യേണ്ടി വരും. കാര്യം ഞാനൊരു ജന്മന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുടെ ഒരു കോൺവെൻറ്റിൽ വയനാട്ടിലോ എവിടെയോ ചെന്നപ്പോൾ DSSകാരുടെ എൻ്റെ മനസ്സ് നിറഞ്ഞു പോയി. 2 സിസ്റ്റർമാർ ആ ജന്മം മൊത്തം ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അവിടെ അമ്മമാർ പോലും നോക്കണതിനേക്കാളുമാണ് അവർ നോക്കുന്നത്. എനിക്കത് എങ്ങനെ അവർ ചെയ്യണമെന്ന്, ഈ ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് പറയുന്നത് ബൈബിളിലുള്ളതിനേക്കാളും പവർഫുള്ളായിട്ടാണ് ഈ പലരും ചെയ്യണത് ഇന്നത്തെ കാലത്ത്. അതാണ് പരിഹാരം ചെയ്യുക. മറ്റുള്ളവരുടെ തിന്മകൾക്ക് പോലും നമ്മൾ പരിഹാരം ചെയ്യുമ്പോൾ ദൈവത്തിരുസേന റിട്ടാലിയേഷൻ സംഭവിക്കും, നീതീകരിക്കപ്പെടുകയും അതിൻ്റെ ഓഹരി കൃപയായി ചൊരിഞ്ഞു കിട്ടുകയും നമ്മുടെ ആത്മാ പുണ്യപ്പെടുകയും ചെയ്യുന്നൊരു കാലം. സ്തോത്രം. യേശുവേ നന്ദി. മാതാവ് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതിനെ നന്ദി പറയുന്നു. എൻ്റെ പേര് ജെസ്സി സേവിയർ. തൃശ്ശൂർ ജില്ലയിലെ ചിറന്നുള്ളി ഇടവകയിൽ നിന്നും ഞാൻ വരുന്നു. ഞാൻ 2023 ഏപ്രിൽ മാസത്തിൽ 10-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് എൻ്റെ ജീവിത പങ്കാളി ഉടമ്പടി എടുത്തിരുന്നു. പക്ഷേ അന്ന് TV-യിലാണ് കണ്ടിരുന്നത്. അന്ന് ഞങ്ങളുടെ കയ്യിൽ വലിയ ഫോൺ ഉണ്ടായിരുന്നില്ല. പക്ഷേ TV-യിൽ കാണുമ്പോൾ, ഈ വിളക്ക് കത്തിയിൽ കാണുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നില്ല. ആളാണ് പ്രയർ ചെല്ലിരുന്നത്. അങ്ങനെ എൻ്റെ മോൻ പോയതിന് ശേഷമാണ് ഞങ്ങൾ വലിയ ഫോൺ മേടിച്ചത്. ഫോൺ മേടിക്കുന്നതിന് മുന്നേ ഞാനെന്നും പുലർച്ചെ എഴുന്നേറ്റ് 3 മണിക്ക് 2 കൊന്ത കുരിശിൻ്റെ വഴി കരുണ കൊന്ത ഒക്കെ ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാരണം കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മാതാവിൻ്റെ മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാറ്. അങ്ങനെ ഞാൻ ഒരു സ്വപ്നം കാണണ്. ആ സ്വപ്നത്തിൽ എങ്ങനെയാണെങ്കിൽ ഞാൻ മാതാവിൻ്റെ മടിയിൽ കിടക്കണ്.
മാതാവിൻ്റെ മടിയിൽ കിടക്കുമ്പോൾ മാതാവ് എന്നെ നമ്മൾ കുഞ്ഞു മക്കളെ അമ്മമാരും വയ്ക്കണമാതിരി എന്നെങ്ങനെ അത്രയ്ക്കും സുഖമായൊരു ചുംബനം എനിക്ക് തരുന്നു കവിളത്ത്. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ മാതാവ് എന്നോട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയൊന്നുമല്ല, ഇംഗ്ലീഷല്ല, ഹിന്ദി, മലയാളം, തമിഴ്, തെലുങ്ക്, അറബി അതൊക്കെ നമുക്ക് കേട്ടാൽ മനസ്സിലാവും. പക്ഷേ അമ്മ പറയുന്ന ഭാഷ എനിക്ക് മനസ്സിലാവണില്ല. പക്ഷേ കുറേ പറഞ്ഞതിന് ശേഷം അമ്മ പറയുന്നുണ്ട്, മോള് അപ്പം എന്നെ നോക്കുമെന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ എന്നെ എടുത്തിട്ട് പൊന്തിക്കുകയാണ്. അതായത് നമ്മൾ അമ്മമാർ കുഞ്ഞു മക്കളെ എന്നെ മുകളിലേക്ക് എറിഞ്ഞ് കളിച്ച് പിടിക്കില്ലേ. അപ്പം അങ്ങനെ അമ്മ എന്നെ ഞങ്ങളുടെ വീടിൻ്റെ മേലെ വരെ പൊന്നിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ പിടിക്കണം. അപ്പം ഞാൻ ദൈവം ഇത് അമ്മ തന്നെയാണോ എന്ന് ഞാൻ സംശയിച്ച് ഇത് മനസ്സിൽ ഞാൻ വിചാരിക്കണം. അപ്പം ഞാൻ എന്നെ കാണിച്ചു തരേണ്ടത് ഒരു വലിയൊരു കലം, ചരുവം മറ്റൊരു വലിയൊരു കലം ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണ്. ആ കലത്തിൻ്റെ ഉള്ളിൽ ഏഷ് കളറിൽ സാരി ഉടുത്ത മാതാവും അതിന് തൊട്ടടുത്ത് നല്ലിടയൻ്റെ വടി പിടിച്ചിട്ടുള്ള കർത്താവിന് ഞാൻ കാണുന്നു. അപ്പോൾ അതുവരെ ഞാൻ മാതാവിനെ, കൃപാസന മാതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഈ സാരിയാണ് അമ്മ ഉടുക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഓളിയിട്ട് കരഞ്ഞിട്ട് എൻ്റെ ജീവിത പങ്കാളിനെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനെ കണ്ടു, ഇങ്ങനെ സ്വപ്നത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി, മാതാവ് ഏഷ് കളർ സാരി എടുത്തിട്ട് അങ്ങനെ നിൽക്കണേന്ന് പറഞ്ഞു. അന്ന് ജീവിത പങ്കാളി എനിക്ക് പറഞ്ഞു തന്നില്ല ഇത് കൃപാസനത്തിലെ മാതാവാന്ന് പറഞ്ഞു തന്നില്ല. അങ്ങനെ സ്വപ്നം കഴിഞ്ഞെനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നു. ഉടമ്പടി എടുക്കാൻ വന്നതിന് 23-ന് ഉടമ്പടി എടുക്കാൻ വന്നതിന് ശേഷം ഫോണിൽ സാക്ഷ്യങ്ങളും ഉടമ്പടി ക്ലാസ്സുകളൊക്കെ കാണുമ്പോൾ ഒരു ദിവസം അച്ഛൻ്റെ പിന്നീട് എനിക്ക് മനസ്സിലായത് ഞാൻ സ്വപ്നം കണ്ടത് ഈ കൃപാസനത്തിലെ മാതാവിനെയാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. അങ്ങനെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ അച്ഛൻ പറയുന്നുണ്ട്, ഈ കലവൂർ എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം പണ്ട് വഞ്ചികളൊക്കെ കലത്തിൻ്റെ മോഡലായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കലവൂർ എന്ന സ്ഥലത്ത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ശരിക്കും കലത്തിൻ്റെ ഉള്ളിലാണ് എന്നെ മാതാവിനെ കാണിച്ചത്. അപ്പോൾ ശരിക്കും കലവൂരുള്ള മാതാവിനെ തന്നെയാണ് എനിക്ക് അമ്മ കാണിച്ചു തന്നത്. അങ്ങനെ ഒരു സ്വപ്നം എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ മാതാവിനോടും പറയാറുണ്ട്, എല്ലാവർക്കും നീ മഴവില്ല് കാണിച്ചു കൊടുക്കണ്ടല്ലോ, അപ്പോൾ എനിക്ക് നീ കാണിച്ചു തന്നിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി അങ്ങനെ പെട്ടെന്ന് നല്ല പ്രയറുള്ള ആളാണ്, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് വിശ്വസിക്കില്ല. അപ്പോൾ എന്തെങ്കിലും പ്രത്യേകത എനിക്ക് കാണിച്ചു തരുന്നത് ഞാൻ എന്നും തുണി അലക്കിയിട്ട് കൊണ്ടുവരാൻ പോകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കാറുണ്ട്. ഒന്നും കാണില്ല. ഒരു ദിവസം ഞാൻ അലക്കിയിട്ട് മുകളിലേക്ക് നോക്കിയപ്പോൾ ഞാൻ കാണുന്നത് മഴവില്ലല്ല, നമ്മുടെ ഉടമ്പടി ക്ലാസ്സിൽ നേരത്തെ നമ്മൾ ഈ ബൈബിളിൻ്റെ ചുറ്റും ഒരു കിരീടം മാതിരി മാതിരി ഒരു ഷെയ്ഡിൽ നമ്മൾ വെളിച്ചം കാണുന്നുണ്ട്. ഒരു മഞ്ഞ ലൈറ്റ് മാതിരി നമ്മൾ കാണാം. അത് ഇങ്ങനെ നേരിട്ട് നോക്കുമ്പോൾ ഇല്ല, ഉടമ്പടി ക്ലാസ് നമ്മൾ കാണുമ്പോൾ അതിൽ ശരിക്കും ആ ബൈബിളിൻ്റെ ഒരു സൈഡിലായിട്ട് ആ ഒരു വളയം കാണാം. അതേമാതിരി ഞാൻ ഒരു 10 മിനിറ്റ് അത്രയ്ക്കും പ്രകാശത്തിൽ വലിയൊരു വളയം, ഫുൾ വൃത്തല്ല, ഫുൾ ഒരു വളയായിട്ട് ഞാനത് കണ്ടു. ഞാൻ എന്നിട്ട് താഴത്ത് വന്ന് നോക്കിയപ്പോഴും അത് ഞാൻ പിന്നെയും കണ്ടു. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. പിന്നെ എനിക്ക് പെരടി വേദനയായിട്ട് ഞാൻ ആഴ്ചയിൽ ഞാനൊരു ദൈവകൃപ കൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യണ ഒരാളാണ്. അപ്പോൾ ഞാൻ പെരടി വേദനയായിട്ട് ആഴ്ചയിൽ 3 ടാബ്ലറ്റെങ്കിലും ഞാൻ എടുക്കാറുണ്ട്. കാരണം അല്ലെങ്കിൽ എനിക്കത് മാറില്ല, കാരണം സ്റ്റിച്ച് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാനത് ടാബ്ലറ്റ് എടുക്കും. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഉടമ്പടി തൈലം ഞാൻ പുരട്ടിയതിന് ശേഷം എനിക്കിപ്പോൾ ടാബ്ലറ്റ് എടുക്കേണ്ടി വന്നില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് ഞങ്ങളുടെ അവിടെ നിന്ന് തൃശ്ശൂർ വന്ന അടുത്ത ബസ്സിൽ കയറി ഞാൻ വൊമിറ്റ് ചെയ്യും. അത്രയ്ക്കും വൊമിറ്റാണ് എനിക്ക്. പിന്നെ 2 ഗുളിക കഴിച്ചിട്ടൊക്കെ ഞാൻ എല്ലായിടത്തേക്കും പോവാറ്. അങ്ങനെ ഞാൻ ഉടമ്പടി അന്ന് ആദ്യമായിട്ട് എടുക്കാൻ വരുമ്പോൾ ഞാൻ ടാബ്ലറ്റ് കഴിച്ചില്ല. ഉടമ്പടി ഉപ്പ് ജീവിത പങ്കാളി എടുത്ത ഉടമ്പടിയുടെ ഉപ്പ് ഞാൻ എടുത്തിട്ട് വിശ്വാസപ്രമാണം ചെയ്തിട്ട് ഞാൻ കഴിച്ചിട്ട് പോന്നു. അന്ന് തുടങ്ങി ഇന്ന് വരെ എനിക്ക് എത്ര ദൂരം പോയാലും എനിക്ക് വൊമിറ്റിംഗ് ഇല്ല. പിന്നെ ഞാൻ 3-ാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കുക അവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞങ്ങളുടെ കുടുംബത്തിൽ കേൾക്കാം, അല്ലെങ്കിൽ ഞാൻ വരില്ല കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു, സോറി ടമ്മേ, എനിക്കത് പറയാനൊന്നും യോഗ്യതയില്ല, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പോയി. ആ പ്രാവശ്യമാണ് 2ാമത്തെ മോന് വിദേശത്തേക്ക് പോകാൻ വേണ്ടി ദൈവകൃപ ലഭിച്ചത്. അങ്ങനെ പിന്നെ ഞാൻ ബൈബിള് ഉടമ്പടി ഇട്ടാലും മുന്നും അങ്ങനെ പ്രയറും കാര്യമുണ്ടെങ്കിൽ ബൈബിൾ വായിക്കൽ കുറവായിരുന്നു. കാരണം ബൈബിളിൽ പുതിയ നിയമം നോക്കുമ്പോൾ ഒക്കെ അറിയണതാണ്. പിന്നെ പഴയ നിയമമാണ് കുറേ രാജാക്കന്മാരൊക്കെ അല്ല, അപ്പോൾ വായിക്കാൻ ഒരു താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ബൈബിൾ സ്ഥിരം നമുക്ക് വായിക്കണമല്ലോ. അപ്പോൾ ഞാൻ സ്ഥിരം വായിച്ച് തുടങ്ങിയതിൻ്റെ അവിടുന്ന് ഞാൻ കണ്ണാട വെച്ചിട്ടാണ് വായിക്കാറ്. കണ്ണാട ഇപ്പോൾ വായിക്കാൻ തുടങ്ങി. ഇപ്പം എനിക്ക് കണ്ണാട വെക്കണ്ട. അതെങ്ങനെ വായിച്ച് വരുന്ന വഴിക്ക് 6 വരികൾ എനിക്ക് വലിയ വലിയ അക്ഷരങ്ങളായിട്ട് എനിക്ക് തരും. അതിൻ്റെ അപ്പുറത്തും ചെറിയ അക്ഷരങ്ങളായിരിക്കും. വായിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വാൽക്കണ്ണാടിയൊക്കെ വെച്ച് വായിക്കുമ്പോൾ അക്ഷരങ്ങൾ വലുതാവണ മാതിരി അങ്ങനെ വായിച്ച് എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്.
പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് ഞങ്ങളുടെ പേരാമംഗലത്ത് 33 കുട്ടികൾ എബിലിറ്റി ഇല്ലാത്ത പിള്ളേർ താമസിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ എല്ലാ ശനിയാഴ്ചയും അവിടെ 7:30 തുടങ്ങും അവിടെ കുട്ടികളെ കുളിപ്പിക്കൽ. അപ്പം ഞാൻ 7:30 പോയി എൻ്റെ കുർബാന മുടങ്ങും. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് 5:30 ഞാൻ പോയിട്ട് ആ പള്ളിയിൽ കുർബാന കണ്ടിട്ട് ആ മക്കളെ കുളിപ്പിക്കും, അവരുടെ ടോയ്ലറ്റ് കഴുകും, അവർ ഇന്നറൊക്കെ കഴുകി വൃത്തിയാക്കി അവരോട് കുറച്ച് നേരം സംസാരിച്ചിട്ട് ഞാൻ പോരാറ്. പിന്നെ ഞാൻ എൻ്റെ പത്രമൊക്കെ ഞാൻ കൊടുക്കാറ്. ഹോസ്പിറ്റലിൽ പോയിട്ട് ഓരോ റൂമിലും കയറിയിട്ട് ഞാൻ അവരുടെ സുഖവിവരം ആദ്യം ചോദിക്കുമ്പോൾ അവർ ചോദിക്കും മോൾക്ക് എന്താ ഇവിടെ ജോലിയും ചോദിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്ക് ജോലിയല്ല, ഞാൻ അങ്ങനെ കൃപാസനത്തിൽ ആലപ്പുഴയിൽ കൃപാസനം മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, ആ മാതാവിനെ പരിചയപ്പെടുത്താൻ വന്നതാണ് ഞാൻ. നമ്മുടെ ജീവിതം വിശുദ്ധിയായിട്ട് നമ്മൾ ജീവിച്ച മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും, നമുക്ക് ആത്മീയമായി കുറേ ഉന്നതി നമുക്ക് കിട്ടും എന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിൽ പത്രം അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഈ പത്രം അവിടെ വെച്ചേക്കണം നിങ്ങൾ എന്ന് പറയും. അത് വേറൊരു കുട്ടി തന്നു പോയത്, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പത്രം വേറെ മേടിക്കണ്ട, ഇത് തന്നെ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്. പിന്നെ കൊന്തെത്തിക്കാറുണ്ട്. ദിവസം കുർബാന, വിശുദ്ധ കുർബാന ഞാൻ മുടക്കില്ല. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും രാത്രി കുർബാനയായാലും ഞാൻ തന്നെ പോയിട്ട് കണ്ടിട്ട് വരാറുണ്ട്. പിന്നെ ഞാൻ വീട്ടിൽ മുഴുവൻ ഞാൻ തന്നെയായിരിക്കും പകൽ. അപ്പം ഞാൻ ഏതാണ്ട് നേരമൊക്കെ ദൈവവിചാരം മാത്രമേ ഉള്ളൂ. കാരണം പള്ളിയിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കുരിശിൻ്റെ വഴി ദൈവകൃപയിലേക്ക് കാണാണ്ട് ചെല്ലാൻ കിട്ടും കുരിശിൻ്റെ വഴി മുഴുവൻ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ പള്ളി എത്തണം വരെ ഞാൻ കുരിശിൻ്റെ വഴി ഒരു 8ാം സ്ഥലം വരെ ചെല്ലി കഴിയും. പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ആരെയിലുള്ള കാരണം ചിലപ്പോൾ ചെല്ലാൻ പറ്റിയില്ല. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് അടുക്കള പണി എടുക്കുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ ഞാൻ അത് ചെല്ലി അവസാനിപ്പിക്കും. പിന്നെ സാക്ഷ്യങ്ങൾ 1, 2 ഒന്നല്ല, നമ്മുടെ ഇവിടുന്ന് അയക്കുന്ന എല്ലാ സാക്ഷ്യവും ഞാൻ കാണും. പിന്നെ ഉടമ്പടി ക്ലാസ് ഞാൻ 11:30 ആകുമ്പോൾ ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ലൈവ് ടുഡേന്ന് എടുത്തിട്ട് ഇവിടെ ധ്യാനം തുടങ്ങണേക്കാളും മുന്നേ ഞാൻ എല്ലാവർക്കും അയച്ചു കൊടുക്കും, തുടക്കത്തിൽ എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഉടമ്പടിയിൽ സ്ഥിരമായിട്ട് എനിക്ക് ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് എൻ്റെ ആഗ്രഹം. പിന്നെ എൻ്റെ മക്കളുടെ ഒന്നും വിശ്വാസം കുറഞ്ഞു പോകരുത് എന്നുള്ള വിശ്വാസമുണ്ട്. കാരണം ഇവിടെ അച്ഛൻ പറയാറുണ്ട് നമ്മളോട് 60% ഉള്ളവരെ ദൈവം 100 നോക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിനുള്ള നമുക്ക് വിഷമം സന്തോഷം ദുഃഖമൊക്കെ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഞാൻ പറയും മനസ്സിലായി 30% ഉള്ളവർ എൻ്റെ വീട്ടിലുണ്ട്, അവരെ 30 കൂടി കളയല്ല ഈശോയെ എന്ന് ഞാൻ പറയാറുണ്ട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രഭാഷകൻ 15:19 കർത്താവ് തൻ്റെ ഭക്തരെ കടാക്ഷിക്കുന്നു, മനുഷ്യൻ്റെ ഓരോ പ്രവൃത്തിയും അവിടുന്ന് അറിയുന്നു. ജെസ്സി എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ 10ാമത് പുതുക്കലിൽ നിൽക്കുമ്പോൾ ആത്മീയമായ അനുഭവങ്ങളിലൂടെ അമ്മ മാതാവ് എങ്ങനെ മകളെ കൂടുതൽ കരുത്തുറ്റതാക്കുന്നു, കൂടുതൽ ഉടമ്പടി സുവിശേഷത്തിൻ്റെ പ്രഘോഷകയാക്കി വിശ്വാസത്തിൻ്റെ കൈമാറ്റത്തിന് മകളെ പ്രയോജനപ്പെടുത്തുന്നു എന്ന വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾ സൂചിപ്പിച്ചത് ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചാണ്. ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എപ്പോഴും അമ്മ മാതാവിൻ്റെ സാന്നിധ്യ അനുഭവങ്ങൾ ലഭിക്കാറുണ്ട്. അത് മടവില്ലായും സ്വപ്നമായും സന്ദേശമായും ചിലപ്പോഴൊക്കെ പോകുന്ന വഴികളിൽ കൂടെ നടക്കുന്ന വ്യക്തിയായും പരീക്ഷകളിൽ താനെ ഉത്തരങ്ങൾ തെളിഞ്ഞു വരുന്നതായും ഒക്കെ നമ്മൾ സുഗന്ധാഭിഷേകമായും ഒക്കെ നമ്മൾ അമ്മ മാതാവിൻ്റെ വിവിധങ്ങളായ സാന്നിധ്യാനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാറുണ്ട്. സഹോദരി സൂചിപ്പിക്കുന്നുണ്ട്, കൃപാസനത്തിന് വരുന്നതിന് മുമ്പ് ഒരു കലത്തിനകത്ത് ഒരു അമ്മയുടെ ആഷ് കളറിൽ വസ്ത്രം ധരിച്ച ഒരു അമ്മയുടെ ചിത്രം എനിക്ക് ദർശനത്തിൽ കിട്ടി. ഏതാണെന്നോ എവിടെയാണെന്നോ ഒന്നും മനസ്സിലായില്ലെങ്കിലും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്കത് ഈ അമ്മ മാതാവിനെ തന്നെയാണ് കണ്ടതെന്നും ആ കലവുമായി ബന്ധമുണ്ടെന്നും ഒക്കെ മനസ്സിലായതെന്ന്. പ്രിയമുള്ളവരെ, എളിയവരെ അമ്മ മാതാവ് അമ്മയുടെ സംരക്ഷണം നൽകിയും സാന്നിധ്യാനുഭവം നൽകിയും നിരന്തരം നയിച്ചുകൊണ്ടിരിക്കും. മക്കളെന്ന രീതിയിൽ ചിലപ്പോൾ നാം ചെയ്യുന്ന ബാലിശമായ പിടിവാശികൾക്ക് പോലും അമ്മ മാതാവ് തൻ്റെ സാന്നിധ്യ അനുഭവങ്ങളെ നൽകി നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഒന്നേ നമുക്ക് ലക്ഷ്യമുള്ളൂ, അമ്മ തൻ്റെ മക്കളെ തന്നോട് ചേർത്ത് പിടിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി അവരുടെ ആത്മാക്കളെ ഒരുക്കിയെടുക്കുവാനാണ്. ഉടമ്പടി എടുത്തിട്ട് നാം പരിശോധിക്കപ്പെടേണ്ട മേഖല ഏതാണ്? എത്ര കണ്ട് എൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടുന്നുണ്ട്? എത്ര കണ്ട് എൻ്റെ ആത്മാവിൽ ദൈവസ്നേഹം നിറയുന്നുണ്ട്? എത്ര കണ്ട് ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ എനിക്ക് സന്നദ്ധതയും സന്തോഷവും ധൈര്യവും വരുന്നുണ്ട്? ആ ഒരു പ്രക്രിയയും ആ ഈശോയെ സ്വന്തമാക്കുന്ന വലിയൊരു സന്തോഷവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉടമ്പടി ജീവിതം അത് സ്മൂത്ത്
വേയിൽ, റൈറ്റ് വേയിൽ മുന്നോട്ട് പോവുകയാണ്. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ആ ഉടമ്പടി ജീവിതം കാര്യം നേടാൻ വേണ്ടി ഇങ്ങനെ ഉന്തി ജീവിക്കുന്നത് പോലെ പോയിക്കൊണ്ടിരിക്കും. ഇത് ഉടമ്പടി ജീവിതം കാര്യം നേടുന്ന ദിവസം വരെയും ഉന്തി പോകുവാനുള്ളതല്ല. ഉടമ്പടി എടുത്ത ദിവസം മുതൽ എൻ്റെ കർത്താവ് എനിക്ക് സ്വന്തമാകുന്നതിന് വേണ്ടി നിരന്തരം സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതാണ്. നമുക്ക് തന്നെ പറയുവാനാവണം, ഒരു ദൈവാത്മാവിൻ്റെ പ്രവർത്തനമുള്ള ജീവിതമാണ് ഇപ്പോഴുള്ളത്. ഒരു കൃപയുടെ ജീവിതം, ആരോടും പരാതിയില്ലാത്ത, ഒന്നിനെക്കുറിച്ച് സങ്കടമില്ലാത്ത, ഒന്നിനെക്കുറിച്ചും ആകുലതയില്ലാത്ത, ദൈവം എൻ്റെ കാര്യത്തിൽ തീരുമാനങ്ങൾ എടുക്കും, ഉചിതമായ സമയത്ത് വേണ്ടതൊക്കെയും എനിക്കൊരുക്കി തരും എന്ന പ്രത്യാശയുള്ളൊരു ജീവിതം നമുക്ക് ഉടമ്പടിയിലൂടെ ലഭിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരാണ് കൃപ എന്നത്. അതുകൊണ്ട് കാര്യം നേടുവാൻ വേണ്ടിയുള്ള നിരന്തര പ്രാർത്ഥനയുടെ ജീവിതമായിട്ടല്ല, മറിച്ച് ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടുള്ള കൂടുതൽ നന്മയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ജീവിതമായിട്ട് വിട്ടുകൊടുക്കുമ്പോഴാണ് ഉടമ്പടി കുറേ കൂടി അർത്ഥമുള്ളതാവുക, ആഴമുള്ളതാവുക. സഹോദരി പറയുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പോലും അക്ഷരങ്ങൾ വലുതായി വരുന്നു. അതൊരു പ്രത്യേകമായ കൃപ ലഭിക്കുന്നതാണ്. ദൈവവചനത്തോട് നിരന്തരമായി പുലർത്തുന്ന സ്നേഹം, അതിന് തനിക്കുള്ള കാഴ്ചക്കുറവിനെ പോലും പരിഗണിക്കാതെ അതിനുവേണ്ടി നിരന്തരം അധ്വാനിക്കുവാൻ മകൾ കൊടുക്കുന്ന ഒരു സന്നദ്ധത, അതിന് ദൈവം കൊടുക്കുന്നൊരു അനുഗ്രഹമാണ്. വായിച്ചു പോകുന്ന ഇടങ്ങളിൽ മാത്രം അക്ഷരങ്ങൾ വലുതാക്കി കൊടുത്തുകൊണ്ട് അതിനെ, ആ വായനയെ സുഗമമാക്കുക എന്നത്. മറ്റൊന്ന്, ഛർദി കാരണം വാഹനം കയറാൻ പറ്റാതിരുന്ന വ്യക്തി ആ വാഹനത്തിൽ കയറിയ ആദ്യ നിമിഷം ആ ജീവിത പങ്കാളി നൽകിയ ഉടമ്പടിയുപ്പ് നാവിൽ വെച്ചിട്ട് ഇന്ന് വരെയും കുഴപ്പമില്ലെന്ന് ഇന്ന് പ്രഭാതത്തിലൊരു സാക്ഷ്യം അപ്പിയപ്പെട്ടിട്ടുണ്ട്. മകൾ പറയും, 40 വർഷം എനിക്ക് വാഹനത്തിൽ സഞ്ചരിക്കുവാൻ പറ്റില്ല, എപ്പോൾ കയറിയാലും ഞാൻ ഛർദിക്കും, കുഴഞ്ഞു വീഴും, തലവേദന വരും. അതുകൊണ്ട് കൃപാസനത്തിന് വരുവാൻ ആഗ്രഹമുണ്ട്. ഇത്ര ദൂരമുള്ള യാത്രയോർത്തിട്ട് ഒത്തിരി തവണ ഞാനത് മാറ്റിവെച്ചു. പക്ഷേ ഞാൻ അമ്മ മാതാവ് തന്നെ എനിക്കൊരു സ്വപ്നം നൽകിക്കൊണ്ട് എന്നോട് യാത്ര പുറപ്പെടാൻ പറഞ്ഞു. ഞാൻ കൃപാസനത്തിന് വന്നു. പിന്നീട് ഇന്ന് വരെയും എനിക്ക് ഛർദി വന്നിട്ടില്ല. അതേ സാധനം, അതേ സാക്ഷ്യം ഇതാ മറ്റൊരാൾ ഇവിടെ അൾത്താരയിൽ അതേപോലെ തന്നെ ആവർത്തിക്കുകയാണ്. അതാണ് അമ്മയുടെ കൺഫർമേഷൻ എന്ന് പറയുന്നത്. ഒരാൾക്ക് അവിചാരിതമായി ലഭിക്കുന്നതല്ല പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളങ്ങളും അനുഭവങ്ങളും. അമ്മ ഒരാൾക്ക് കൊടുത്താൽ തുടരെ അതേ മേഖലയിൽ അതുപോലെ ക്ലേശിക്കുന്നവർക്ക് അത് അനുഗ്രഹം ഈശോയിൽ നിന്ന് നേടിക്കൊടുത്തുകൊണ്ട്, ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ മാതാവാണ്, എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ, എന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവരുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും, എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും അത് പരിഹരിച്ച് അവരെ സഹായിക്കുവാൻ ഞാൻ കൂടെ നിൽക്കുമെന്ന്. അതിൻ്റെ സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ ഈ സഹോദരി ആത്മീയമായ സന്തോഷത്തോടു കൂടി പങ്കുവയ്ക്കുന്നത്. ഈ സഹോദരിക്ക് ലഭിച്ച എല്ലാ ആത്മീയ അനുഭവങ്ങൾക്കും ജീവിത അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ എന്നെ സഹായിച്ചതിന് മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ട്രീസ. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഞാൻ ബെൽത്തങ്കടി രൂപതയിലെ, കർണാടകയിലെ ബെൽത്തങ്കടി രൂപതയിലെ കുട്ടർപാടി ഇടവങ്ങമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് ഡിസംബർ 2-ാം തീയതിയാണ്. 2025 ഡിസംബർ 2-ാം തീയതി. ഞാൻ 2.5 വർഷമായിട്ട് എൻ്റെ മെറ്റർനിറ്റി ബ്രേക്ക് കഴിഞ്ഞിട്ട് ജോലിയില്ലാതെ ഇരിക്കുമായിരുന്നു. ഞാൻ കൊച്ചിന് 1 വയസ്സായപ്പം തൊട്ട് ഞാൻ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ സ്കിൽ അപ്ഗ്രേഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു കോഴ്സ് ചെയ്യുകയും അത് കഴിഞ്ഞ് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവാണ്. 1 വർഷമായിട്ട് ട്രൈ ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ഞാൻ മാതാവിനോടും ഈശോയോടും ഒക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മമ്മി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം മമ്മി എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ ഒന്ന് പോയി കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, അല്ല ഓൺലൈനെങ്കിലും ഒരു ഉടമ്പടി എടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ അന്നേരമൊക്കെ വിചാരിച്ചു, ഉടമ്പടി എടുത്തിട്ട് തന്നെ അല്ലല്ലോ, ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എല്ലായിടത്തും മാതാവുണ്ടല്ലോ, പിന്നെ എന്താ ഇങ്ങനെ എനിക്ക് ജോലി കിട്ടാത്തതെന്ന് ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ
അങ്ങനെ ഞാനൊരു ദിവസം ഒക്ടോബറൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പം ഞാൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് തീരുമാനിച്ചു. ഞാൻ ഓൺലൈൻ ഉടമ്പടിയുടെ പേജിൽ പോയി സെർച്ച് ചെയ്തു, കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ഉടമ്പടി വസ്തുക്കളൊന്നും അതിൽ കിട്ടത്തില്ല. നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതി വെച്ച് പ്രാർത്ഥിക്കാമെന്നുള്ളതേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് മമ്മിയുടെ അടുത്ത് പറഞ്ഞപ്പം പറഞ്ഞു, ശരിയാ, നീ ഓൺലൈൻ ഉടമ്പടി എടുക്കണ്ട, നീ അവിടെ തന്നെ പോയി ഉടമ്പടി എടുത്താൽ മതി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ട്. ഒരാൾ 5 വയസ്സും അടുത്ത ആൾ 2 വയസ്സുമാണ്. അവരെ കൊണ്ട് ഇവിടെ വരാനും എനിക്ക് ഉടമ്പടി എടുക്കാനും ഒക്കെ കുറച്ച് പാടുള്ള കാര്യമാണ്. അതല്ല, ഞങ്ങൾ 4 പേര് ഹസ്ബൻഡും പിള്ളേരുമായിട്ട് ബാംഗ്ലൂരിലാണ് താമസിക്കുന്നത്. കുഞ്ഞ് സ്കൂളിലും പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ ലീവൊക്കെ നോക്കിയിട്ട് വേണം. അപ്പോൾ ഞാൻ നവംബർ തൊട്ട് ഞാനിങ്ങനെ ഓൺലൈൻ നിബന്ധനകളൊക്കെ നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് നിബന്ധനകളൊക്കെ പാലിക്കാൻ എനിക്ക് പറ്റുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ആദ്യം ഞാൻ ഈ നിബന്ധനകളിലേക്ക് നടത്തി ഞാൻ ട്രൈ ചെയ്യാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാം. കാരണം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് അതെല്ലാം പാലിച്ചിരിക്കണം. അത് കാരണം ഞാൻ നവംബർ ആദ്യം തൊട്ടേ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും, അല്ലെങ്കിൽ ഞായറാഴ്ചകളിൽ മാത്രം പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ദിവസം 5:30 രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനും എല്ലാം ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അന്നേരം തൊട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പ്രിപ്പയർ ആകുന്നതൊക്കെ വിട്ടു. അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും, എന്തെങ്കിലും വന്നെങ്കിൽ ജസ്റ്റ് അറ്റൻഡ് ചെയ്യും. ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്താലും മാസത്തിൽ 1-2 ഇൻ്റർവ്യൂ എനിക്ക് വരാറുള്ളൂ. വന്നെങ്കിൽ തന്നെ ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ടൊക്കെ ക്ലിയർ ആവും. ചിലപ്പോൾ 3rd റൗണ്ടിൽ എനിക്ക് കിട്ടാറില്ല. ഞാൻ എൻജിനീയറിംഗ് ആണ് പഠിച്ചത്. അതിൻ്റെ മുമ്പ് 8 ഇയേഴ്സോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത്രയും നാളും ഞാൻ വർക്ക് ചെയ്തതിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് ഞാൻ ഒന്നെങ്കിൽ അത് കോൺട്രാക്ട് ബേസ് ആയിരിക്കും, ഡയറക്റ്റ് ആണെങ്കിലും കറക്റ്റായിട്ടൊരു IT ഫീൽഡല്ല. ഞാൻ IT ഫീൽഡ് ടെസ്റ്റിംഗ് ഇതിലാണ് ഇപ്പം വർക്ക് ചെയ്യുന്നത്. അപ്പം അതൊക്കെ എനിക്ക് വിഷമമാണ്. എൻജിനീയറിങ് ചെയ്തിട്ടും ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ല എന്നൊക്കെ വെച്ച്. അങ്ങനെ ഈ 1 മാസത്തോളം ഞാൻ ഈശോയോടും മാതാവിനോടും കൂടുതലടുത്ത് എല്ലാ കാര്യങ്ങളും നിബന്ധനകളെല്ലാം പാലിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇങ്ങോട്ട് വരാനുള്ള ടിക്കറ്റ് നോക്കിയിട്ട് എനിക്ക് ടിക്കറ്റൊന്നുമില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഫുൾ ടൈം ടിക്കറ്റ് 2-3 മന്ത്സത്തേന് ടിക്കറ്റ് ഫുള്ളാണ്. അപ്പം തത്കാലം എടുത്ത് വരാനുള്ള ഓപ്ഷനേ ഉള്ളൂ. അങ്ങനെ ഞാൻ നവംബർ ലാസ്റ്റ് ആയപ്പോഴത്തേനും തത്കാലം എടുക്കാൻ ട്രൈ ചെയ്തു. ആദ്യ പ്രാവശ്യം എടുത്തപ്പോഴത്തേനും അത് ക്യാൻസലായിപ്പോയി. അങ്ങനെ ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ചയായിരുന്നു, അല്ല നവംബർ 30-ാം തീയതി ഞായറാഴ്ചയായിരുന്നു. അന്ന് ഞങ്ങൾ പള്ളിയിൽ പോയിട്ട് വരുന്ന സമയത്ത് ആൾമോസ്റ്റ് 11:10 ആയി. 11:10 മുമ്പേ ടിക്കറ്റ് 11 കറക്റ്റായിട്ട് ടിക്കറ്റ് എടുത്താലേ കിട്ടത്തുള്ളൂ. പക്ഷേ 11:10 ആയപ്പോഴത്തേനും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, നോക്കായിരുന്നു ഒന്ന് ടിക്കറ്റ് ഉണ്ടോ എന്ന്. അങ്ങനെ ഞങ്ങൾ കാറ് സൈഡിലാക്കി ടിക്കറ്റ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് അത് ഒരു ടിക്കറ്റ് കിട്ടുകയും ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് ഡേക്കുള്ള ടിക്കറ്റ് കൺഫേം ആയിട്ടില്ല. എനിക്ക് മൺഡേ നൈറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറാനുള്ള ടിക്കറ്റായി, ട്യൂസ്ഡേ രാവിലെ ഇവിടെ വരാനുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു, വീട്ടിലെത്തി. അതിൻ്റെ മുമ്പ് സാറ്റർഡേ ഞാനൊരു ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ബിഗ് 4 കമ്പനിയിൽ ഒരു കമ്പനിയായ EY എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാൻ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കൊടുത്തിരുന്നത്. ഞാൻ അതിലൊന്നും പ്രതീക്ഷ വെച്ചില്ല. അങ്ങനെ അതിൻ്റെ കാര്യമൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. തിങ്കളാഴ്ച നൈറ്റ് ഇങ്ങോട്ട് കയറാനുള്ള ഇതിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ തിങ്കളാഴ്ച ഉച്ചയായപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് കോൾ വന്നു, ഫസ്റ്റ് റൗണ്ട് ക്ലിയർ ആയിട്ടുണ്ട്, സെക്കൻഡ് റൗണ്ടിന് ചൊവ്വാഴ്ച വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് തത്കാൽ ടിക്കറ്റ് എനിക്ക് കിട്ടിയതാണ്, മാതാവിൻ്റെ അടുത്ത് വരാനുള്ള ഒരു അവസരം കിട്ടിയതാണ്. അപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ചൊവ്വാഴ്ച വരാൻ പറ്റത്തില്ല, ബുധനാഴ്ച ആണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല ചൊവ്വാഴ്ച തന്നെ വരണമെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് 2-3 പേര് മാറി വിളിച്ചു. അവർ പറഞ്ഞു, ഉച്ച കഴിഞ്ഞെങ്കിലും വരാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു. ഇല്ല, എനിക്ക് വെനസ്ഡേ എനിക്ക് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു,
വെനസ്ഡേ നിങ്ങൾക്ക് ചാൻസ് കിട്ടാൻ കുറവാണ്, ബിക്കോസ് ചൊവ്വാഴ്ച വരുന്നവരിൽ ആരെങ്കിലും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചാൻസ് കിട്ടത്തില്ല, അങ്ങനെ ഉള്ളൂ എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എനിക്ക് വെനസ്ഡേ ആണെങ്കിൽ മതി, ചൊവ്വാഴ്ച എനിക്ക് വരാൻ പറ്റത്തില്ലെന്ന് ഉറപ്പ് പറഞ്ഞു ഞാൻ. അങ്ങനെ ഞാനിവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് പ്രദർശനത്തിൽ എനിക്ക് തിരി കിട്ടുകയും ചെയ്തു. എനിക്ക് തിരിയും കൂടെ കിട്ടിയപ്പം കൂടുതൽ സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ്, അതുമല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് വരുന്നതായിരുന്നു ഇനിയൊരു ബുദ്ധിമുട്ട്. ഞാൻ ആലപ്പുഴയിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്, പക്ഷേ ഇവിടെ എങ്ങും ഞാൻ വന്നിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ ഒറ്റയ്ക്ക് എങ്ങനെ വരുന്നതെന്നൊരു പേടിയായിരുന്നു ആദ്യം. പക്ഷേ എനിക്ക് മലയാളം ചെറുതായിട്ട് വായിക്കാനൊക്കെ അറിയാം, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നതെന്നുള്ള ധൈര്യത്തിൽ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഉച്ചയായപ്പോൾ ഞാൻ ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി, ചെർക്കള റെയിൽവേ സ്റ്റേഷനിൽ തന്നെ പോയി ഇരുന്നു. ഞാൻ റൂമൊന്നും ബുക്കൊന്നും ആക്കിയിട്ടില്ലായിരുന്നു ഒറ്റയ്ക്ക് വന്ന കാരണം. എന്നിട്ട് അവിടെ പോയിരുന്ന് ഇരിക്കുമ്പോൾ എനിക്കൊരു 3 മണിയായപ്പോഴത്തേനും കോൾ വന്നു, സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ബുധനാഴ്ച വരാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഓക്കെ ആന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് എൻ്റെ ടിക്കറ്റ് കൺഫേം ആയില്ലായിരുന്നു, തത്കാൽ ടിക്കറ്റ് നെക്സ്റ്റ് ഡേക്കുള്ളത് അങ്ങോട്ട് പോകാനുള്ളത്. അങ്ങനെ ഞാൻ ജനറൽ ടിക്കറ്റ് തന്നെ ഇരുന്നുകൊണ്ട് പോയി. അവിടെ മോർണിംഗ് അവിടെ എത്തിയപ്പോഴും ലേറ്റായി, 1.5 hours ലേറ്റായി ട്രെയിൻ എത്തിയപ്പോൾ. അവിടെ നിന്ന് വീട്ടിൽ പോയി ഫ്രഷപ്പായി ഞാൻ 12 o'clock എനിക്ക് ഇൻ്റർവ്യൂ സ്ഥലത്ത് പോകണം. അത് ഓഫ്ലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു, ഓൺലൈൻ അല്ലായിരുന്നു. ഫസ്റ്റ് റൗണ്ട് ഓൺലൈൻ ആയിരുന്നു. അങ്ങനെ ഞാൻ തപ്പി പിടിച്ച് അവിടെ എത്തി സെക്കൻഡ് റൗണ്ട് ഇൻ്റർവ്യൂവിന് ഇരുന്നു. അത് അവരെന്ന് പറഞ്ഞാൽ എനിക്ക് സമയം തന്നു. ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോഴും ഞാൻ ഇൻ്റർവ്യൂ റൂമിൽ കയറുന്ന നേരത്ത് ഞാൻ തൈലവും ഉടമ്പടി ഉപ്പും കൊണ്ടുപോയിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ ടേബിളിലും കുരിശൊക്കെ വരച്ചു, ഉപ്പും കൊണ്ട് കുരിശ് വരച്ചു, നെറ്റിയ തൈലം തൂത്തുകൊണ്ട് പോയി. എന്നിട്ട് അവർ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി ചിലത്. അപ്പം ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് അവർ ഒരു പേപ്പർ തന്നു, അതിൽ പോയിൻറ്റ്സ് എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം കാശ് രൂപ ഞാൻ എൻ്റെ മാലയിൽ കൊളുത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ച് കാശ് രൂപ ഇങ്ങനെ മുറുകെ പിടിച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ച് അങ്ങനെ പോയിൻറ്റ്സ് എഴുതി. അവരെന്നെ ശ്രദ്ധിക്കുന്നില്ലായിരുന്നു. അവർ ടേക്ക് യുവർ ടൈം എന്ന് പറഞ്ഞ് എനിക്ക് സമയം തന്നു. ഞാൻ എഴുതി അങ്ങനെ അവർക്ക് കൊടുത്തു. അവർ ഓക്കെ ആയി. ഫസ്റ്റ് റൗണ്ട് ഓക്കെ ആയി. സെക്കൻഡ് റൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അവിടെ രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് അതും ആൾമോസ്റ്റ് 2 hours ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, രണ്ട് റൗണ്ടായിട്ട്. അങ്ങനെ 2 റൗണ്ട് കഴിഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അന്നേരം തന്നെ അവർ വന്ന് പറഞ്ഞു ക്ലിയർ ആയിട്ടുണ്ട്, ഈ വീക്ക് നെക്സ്റ്റ് വീക്കിനുള്ളിൽ തന്നെ ഓൺബോർഡിങ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് വന്നു. അതിൻ്റെ മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പം തന്നെ ഞാൻ സാക്ഷ്യത്തിൽ കേട്ടിട്ടുണ്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ ഡിസംബറിലാണല്ലോ ഇവിടെ വരുന്നത്, 7-ാം തീയതി പ്രത്യക്ഷീകരണ ദിവസമാണല്ലോ. അപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണ ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ജോലിയുടെ കാര്യത്തിലൊരു തീരുമാനമാക്കണമേ എന്ന്. അങ്ങനെ ഡിസംബർ 3-ാം തീയതി തന്നെ എനിക്ക് ജോലി കൺഫേമായി. 10-ാം തീയതി എനിക്ക് ഓഫർ ലെറ്റർ വന്നു. 11-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് ഈ ജോലി മേടിച്ചു തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് വൃദ്ധസദനം സന്ദർശിക്കുകയും അവിടെയുള്ള രോഗികളുടെ അടുത്ത് സമയം ചെലവാക്കുകയും അവർക്ക് വേണ്ടി കുറച്ച് ധനസഹായം ചെയ്യുകയും പാവപ്പെട്ട ആൾക്കാർക്ക് സഹായം ചെയ്യുകയും പഠിക്കാനുള്ള കൊച്ചിന് സഹായം ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഞാൻ ദിവസവും കുർബാനയെ സംബന്ധിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ദിവസം പോലും മുടക്കാറില്ല. ദിവസവും ബൈബിൾ വായിക്കാറുണ്ട്. ചൊവ്വാഴ്ചകളിൽ അന്ന് പറ്റിയില്ലെങ്കിലും ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട്, കൊന്ത ചെല്ലാറുണ്ട്. എനിക്ക് 2 ദിവസമാണ് ഓഫീസിൽ പോകാനുള്ളത്, 1-2 ദിവസം. ആ ദിവസങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ 3-4 കൊന്തകൾ ചെല്ലാറുണ്ട്. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പ്രഭാഷകൻ 11:22 കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തനെ സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. ട്രിസ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യം, മകൾക്ക് ഏറെ നാൾ പരിശ്രമിച്ച് ലഭിക്കാതിരുന്ന ജോലി
പരിശുദ്ധ അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുക്കുവാൻ വിശ്വാസത്തോടെ മകൾ തീരുമാനിച്ച് അതിനുള്ള പരിശ്രമം തുടങ്ങുന്ന നാളുകളിൽ തന്നെ അമ്മ മാതാവ് മകൾക്ക് ജോലി ഒരുക്കി കൊടുക്കുന്നതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത്. ഈ സാക്ഷ്യത്തിൻ്റെ ഒരു പ്രത്യേകത, മകളെ കൃപാസനത്തിലേക്ക് പോരുന്നതിന് വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് തീരുമാനമെടുത്ത് ടിക്കറ്റ് എടുത്തു കഴിയുമ്പോൾ പോരുന്ന അതേ ദിവസം തന്നെ, ഇവിടെ എത്തിച്ചേരുന്ന അതേ ദിവസമാണ് ഇൻ്റർവ്യൂവിന് വേണ്ടി കമ്പനി വല്ലാതെ കണ്ട് പലരിലൂടെ നിർബന്ധിക്കുന്നത്. അത് മകളെടുക്കുന്ന ഒരു നിലപാട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മകളത് പല ആവർത്തി തൻ്റെ വാക്കുകളിലൂടെ സൂചിപ്പിച്ചു. ഓരോ തവണയും അവർ ചൊവ്വാഴ്ച തന്നെ ഇൻ്റർവ്യൂവിന് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും ജോലി കിട്ടിയില്ലെങ്കിൽ കൂടിയും ചൊവ്വാഴ്ച ഇൻ്റർവ്യൂവിന് വരുത്തില്ല. അത് അമ്മയുടെ അരികിൽ ഉടമ്പടി എടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് പോരേണ്ട ദിവസം, ഇവിടെ ഉടമ്പടി എടുക്കേണ്ട ദിവസമാണെന്ന് മകളത് അറിയിക്കുന്നുണ്ട്. അതൊരു പ്രധാന പ്രമേയമാണത്. കാരണം നമ്മൾ ആത്മീയ ജീവിതം നയിക്കുന്നവർ നമ്മളെ ചില കാര്യങ്ങൾ ആത്മീയമായ ഒരുക്കങ്ങളിലും ആത്മീയ ജീവിതത്തിൻ്റെ ചില നിലപാടുകളും എടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഇറച്ചിക്കഷ്ണം കാണിച്ചാൽ, അപ്പക്കഷ്ണം കാണിച്ചാൽ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ രീതികളിൽ നിന്ന് മാറിപ്പോകുമോ, അതോ ആത്മീയ ജീവിതം ബലം പിടിപ്പിക്കുവാനുള്ള ആ രീതികളിൽ ഉറച്ചു നിൽക്കുമോ? മകൾക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് ചൊവ്വാഴ്ച ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാമായിരുന്നു. ഒരു 10,000-1500 രൂപയുടെ ഒരു വ്യത്യാസം അല്ലെങ്കിൽ നഷ്ടം എന്ന് വേണമെങ്കിൽ കണ്ടുകൊണ്ട് ഒരു കോംപ്രമൈസ് വേണമെങ്കിൽ അതിനാകാമായിരുന്നു. പക്ഷേ കോംപ്രമൈസ് ഒരിക്കലും കവനന്റിനോട് ചേർന്ന് പോകുന്നതല്ല. നാം എവിടെയൊക്കെ കോംപ്രമൈസ് ചെയ്യുന്നുവോ ആ ഓരോ കോംപ്രമൈസും കവനന്റിനെ, ഉടമ്പടിയെ വീക്കൻ ചെയ്യും, ദുർബലമാക്കും. പക്ഷെ കോംപ്രമൈസ് ഇല്ലാതെ കമ്മിറ്റഡായി നാം ഒരു ജീവിത വിഷയത്തിൽ നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് പോലും അസാധ്യമെന്ന് കരുതുന്ന ഉടമ്പടി നിയോഗങ്ങളെ നമുക്കത് അനുഗ്രഹമാക്കി മാറ്റിത്തരും. അതുകൊണ്ട് ഉടമ്പടിയിൽ നമ്മളെപ്പോഴും ഇതൊന്ന് ഒരു ആത്മപരിശോധനയുടെ മേഖലയിൽ വെക്കേണ്ടതാണ്. നാം അമ്മ മാതാവിനോടൊപ്പം ഉടമ്പടി ജീവിച്ചു തുടങ്ങുമ്പോൾ ചില കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ, ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ വേണ്ടി തയ്യാറായി വരുമ്പോൾ നമുക്ക് ഏതെങ്കിലും കൊളുത്തുകൾ, എളുപ്പവഴികൾ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് ചുറ്റുവരികുന്നുണ്ടോ, വല്ലാതെ നിർബന്ധിക്കുന്നുണ്ടോ, നാം അതിൽ വീണു പോകുന്നുണ്ടോ? അങ്ങനെ വല്ലാതെ ചുറ്റിവരിയുന്ന, നിർബന്ധിച്ചു കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളിൽ നാം വീണു പോകുന്നുവെങ്കിൽ അത് ഉടമ്പടിയെ തള്ളിപ്പറയലാണ്, ഉടമ്പടിയെ ഉപേക്ഷിക്കലാണ്. അതുകൊണ്ട് ഉടമ്പടിയിൽ എപ്പോഴും നമുക്ക് അസാധ്യമായത്, നാളിതുവരെ പരിശ്രമിച്ച് നമുക്ക് ലഭിക്കാത്തത്, ഒരുപക്ഷെ വല്ലാതെ നിരന്തരമായ ക്ലേശത്തിലേക്ക് ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്, ആ സാഹചര്യത്തിൽ ദൈവശക്തിയാൽ നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഉടമ്പടിയിലേക്ക് നാം ചേർന്ന് നിൽക്കുമ്പോൾ ആ ഉടമ്പടിയെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാനും ജീവിതത്തെ സമർപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. മകൾക്ക് അതേ ഇൻ്റർവ്യൂ തന്നെ ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. മകൾ ആഗ്രഹിക്കുന്നത് പോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ 7-ാം തീയതിയോടടുത്ത് തന്നെ മകളുടെ ജോലി ക്രമീകരിച്ചു കൊടുക്കുന്നുണ്ട്. ആ ജോലി മകളിന്ന് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട് ബാഹ്യമായ കാര്യങ്ങളെ അകറ്റി നിർത്തിയാൽ ദൈവം നമ്മുടെ ജീവിത വിഷയം ഏറ്റെടുത്തുകൊണ്ട് ക്ഷണനേരം കൊണ്ട് സമയ ചുരുക്കത്തിൽ നമുക്ക് അനുഗ്രഹത്തിൻ്റെ വഴികൾ തുറന്നു തരും. അതുകൊണ്ട് കോംപ്രമൈസ് ഇല്ലാതെ കമ്മിറ്റഡായ ജീവിതത്തിന് വേണ്ടി കവനന്റിൽ നിരന്തരം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം. അത് നഷ്ടങ്ങളല്ല, നേട്ടങ്ങളായിരിക്കും. ഈശോയിലൂടെ അമ്മ മാതാവ് നമുക്ക് നേടിത്തരിക. അതിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ മകൾക്ക് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. ആദ്യമായി ഞാൻ എൻ്റെ തിരുക്കുമാരനും എൻ്റെ അമ്മയ്ക്കും ഞാൻ 1000 കോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഓമന പ്രഭാകരൻ. ഞാൻ വരുന്നത് ഇടുക്കിയിൽ നിന്നും. ഞാനിവിടെ വരാനുള്ള സാഹചര്യം, എനിക്ക് ഒരു 10 വർഷം ആയി എനിക്ക് തലകറക്കമായിരുന്നു, ഈ ബാലൻസിൻ്റെ തലകറക്കം. അതുണ്ടായ എനിക്ക് ആരെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് വേണം. ഞാൻ എവിടെയെങ്കിലും കിടക്കോ ഇരിക്കുകയാണ്, ഞാൻ പറയും എന്നെ നിങ്ങൾ പിടിച്ചോണം കേട്ടോ, ഞാൻ താഴെ വീഴും. എന്നെ പിടിച്ചാലും ഞാൻ പറയും എന്നെ വിടരുതേ, ഞാൻ ഈ കട്ടിലിൽ നിന്ന് താഴോട്ടാണ് പോകുന്നതെന്നും പറഞ്ഞ് ഞാൻ കടന്ന് കരഞ്ഞ് ആ കൂട്ടത്തിൽ ഞാൻ അങ്ങ് ഛർദ്ദിച്ച് ഒരുമാതിരി ആളങ്ങോട്ട് തീരെ അവശതയായി വീണു പോവും. അപ്പോഴത്തേനും
എല്ലാവരും കൂടെ കൂടി പിടിച്ച് വണ്ടിയെ കയറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ട്രിപ്പ് ഇടും, മരുന്ന് കഴിക്കാൻ തരും, വീട്ടിൽ പോരും. ഇങ്ങനെ 10 വർഷമായി ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരി ഇവിടെ വന്ന ഉടമ്പടി എടുത്തിട്ട് വന്നിട്ട് ഒരു പത്രം എൻ്റെ തന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഈ പത്രം ഒന്ന് വായിക്കുക. പത്രം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ അതിനകത്തെ സാക്ഷ്യങ്ങളെല്ലാം വായിച്ചിട്ട് എനിക്കത് ഭയങ്കര വിശ്വാസവും ഇഷ്ടമായിരുന്നു. എനിക്ക് നേരത്തെ മുതലേ എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് എൻ്റെ ചെറുപ്പം മുതലേ എന്ന് പറഞ്ഞ പോലെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ പള്ളി കണ്ടാലും ഏത് വഴിക്ക് പോയാലും ഞാൻ ആ പള്ളി കയറുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെയുള്ളവരെല്ലാം പറയും, ഞങ്ങളുടെ കൂടെ പള്ളിയിൽ പോരെ, ഞങ്ങൾക്ക് പള്ളിയിൽ കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ. അങ്ങനെ ഞാൻ ആ പത്രം വായിച്ച് എനിക്ക് അതിൻ്റെ അനുഭവം കണ്ടപ്പോൾ ഞാൻ ഓർത്തു, എനിക്കിവിടെ ഒന്ന് വരണം. ഞാൻ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷണ പ്രാർത്ഥന ചൊല്ലുകയും ഞാൻ ബൈബിൾ വായിക്കുകയും എല്ലാം ഞാൻ ചെയ്ത് വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ച് ഇപ്പോൾ എനിക്ക് തലകറക്കമില്ല. ഞാൻ ഒരു മരുന്നും കഴിക്കുന്നില്ല, ഒരു ഹോസ്പിറ്റലിലും പോകുന്നില്ല. അതിന് എൻ്റെ ഈശോയോടും എൻ്റെ അമ്മയോടും എനിക്ക് 1000 കോടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ പിന്നെ എനിക്ക് എൻ്റെ വയറിനകത്തൊരു ഈ കുടലിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. അത് എന്താണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു 6-7 വർഷം മുമ്പ് എനിക്ക് ഓപ്പറേഷൻ ചെയ്തായിരുന്നു. പിത്താശയം എടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഒരു ഗ്യാസ് പോലെ ഉരുണ്ട് മഴിച്ച് കയറി വരും. എന്നും ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറോട് പറയും, ഡോക്ടർ എൻ്റെ വയറിനകത്ത് ഇങ്ങനെ എന്തോ പ്രശ്നം. അത് ഡോക്ടർ പറയും ഗ്യാസാകുക. അങ്ങനെ നടന്ന് ഈ കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് ഭയങ്കര വേദനയും ഭയങ്കര തടിപ്പുമായിരുന്നു വയറിന് പുറമെ. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്തു, ECG എല്ലാ ടെസ്റ്റും കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ചേച്ചിക്ക് ഇവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, മെഡിക്കൽ കോളേജിന് പോകണം, കാർഡിയോളജി ഉള്ളിടത്തേ പോകാൻ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ തീരുമാനിച്ചു, ഞാൻ അമ്മയെ വന്നറിഞ്ഞ ഒരു അമ്മയുടെ മകളാണ്. എൻ്റെ ഈശോയും അമ്മ എന്നെ കൈവിടുകയല്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. എൻ്റെ വയറ്റിൽ ഇനിയും കത്തി വെക്കാൻ ഞാൻ അനുവദിക്കില്ല. എൻ്റെ അമ്മ എന്നെ വിടുകയില്ല. ഞാൻ ആ വിശ്വാസത്തോടുകൂടി വേറൊരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കളും എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ അമ്മയുടെ കാശുരവും ഉണ്ട്. ഞാനിതും കൊണ്ട് പ്രാർത്ഥിച്ച് ആ മുറിക്കകത്ത് കയറി. ഡോക്ടർ ഈ റിസൾട്ടെല്ലാം മേടിച്ച് നോക്കിയേച്ച് പറഞ്ഞു, ഇത് ഭയങ്കര റിസ്ക് ആകട്ടോ ഇവിടെ ചെയ്യാൻ. പിന്നെ ഞാനൊന്ന് മൈക്ക് ഡോക്ടറെ കാണട്ടെ, എന്നിട്ട് നിങ്ങളെ വിളിക്കാം. എൻ്റെ മോൻ്റെ നമ്പരും മേടിച്ചു. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ എന്നെ വിളിപ്പിക്കല്ലേ, ഡോക്ടർ എന്നെ വിളിക്കരുത്, ഞാൻ എൻ്റെ ശരീരത്തിൽ കത്തി വെക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഈ നിമിഷം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു, ഡോക്ടർ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല, ഞാൻ ഇതിനു വേണ്ടി പോയിട്ടുമില്ല. അതിനുശേഷം ഞാൻ ഇവിടെ വന്ന അച്ഛനെ എനിക്ക് കാണാൻ ഭാഗ്യമുണ്ടായി. എൻ്റെ ജോസഫ് അച്ഛനെ ഞാൻ കണ്ടു. അച്ഛൻ എനിക്ക് പുരട്ടാനായിട്ട് വയസ്സ് തന്നു. ഞാനത് പുരട്ടി പ്രാർത്ഥിച്ചു. എനിക്കിപ്പം നല്ല സൗഖ്യമായി, എനിക്കൊരു കുഴപ്പവും ഇല്ല. അതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന യൂട്യൂബിൽ ഫോണിൽ കാണും. അങ്ങനെ കണ്ട് ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പം ആ ധ്യാനത്തിൽ അച്ഛൻ പറയാണ്, നിങ്ങൾ രോഗമുള്ളിടത്തൊക്കെ കൈവെക്ക്, വേദനയുള്ളിടത്തൊക്കെ കൈവെച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാനപ്പോൾ എൻ്റെ ഈ ഇടത്ത് സൈഡിൽ എനിക്ക് കുറേ നാളായിട്ടിങ്ങനെ വേദന. അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ ഒരു വാൽവിന് ചുരുക്കമുണ്ട്. അത് ഡോക്ടർ പറഞ്ഞില്ല. അതാണ് എനിക്കിവിടെ ചെയ്യാത്തത്, എന്നോടിത് പറഞ്ഞില്ല. പക്ഷേ എനിക്കെന്തോ അസുഖം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത് എന്നെ ചെയ്യുന്നു. അച്ഛൻ എങ്ങനെ പറഞ്ഞു, രോഗമുള്ളിടത്ത് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ അപ്പോഴത്തേനും അവിടെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറയുവാണ്, നമുക്ക് ഒരാളിന് 2 വാൽവാണുള്ളത്, അതിലൊരു വാൽവ് ചുരുങ്ങിയത് വികസിച്ച് കാണിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഈശോയോടും അമ്മയോടും 1000 കോടി നന്ദി പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സങ്കടത്തോടെ ഞാൻ പറഞ്ഞു, അത് എൻ്റേതാണേ എന്ന് പറഞ്ഞു. എനിക്കത് പിന്നെ ഈ നിമിഷം വരെ എനിക്കൊരു വേദനയോ പ്രയാസമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതും എൻ്റെ ഈശോയും എൻ്റെ അമ്മയും അത് ഏറ്റെടുത്ത് മാറ്റി തന്നുള്ള വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പം പോകുന്നു. അതുപോലെ തന്നെ എനിക്ക് ജപമാല റാലി പങ്കെടുക്കാൻ പറ്റി. ഞാൻ 2 വർഷം അടുപ്പിച്ച് വന്നു. കഴിഞ്ഞ വർഷം വന്നപ്പോൾ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടലും ചുമയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും മൈൽ നടക്കണ്ടേ, എല്ലാവരും പറഞ്ഞു അർത്തങ്കപ്പള്ളിയിലേക്ക് പോയാൽ മതി, വണ്ടിക്ക് നടക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ ഈശോയും അമ്മ എന്നെ നടത്തിക്കോളും, ഞാനിതാ പോകുന്നു, അമ്മ ഞാൻ നടന്നേ പോകുന്നുള്ളെന്നും പറഞ്ഞ് ഞാൻ വന്നു.
ആ ജപമാല റാലി പങ്കെടുത്ത് എനിക്ക് യാതൊരു കുഴപ്പമില്ല. അർത്തങ്കപ്പള്ളി വന്ന വലിയച്ഛനെ കണ്ട് ഞാൻ കയറി പള്ളിക്കകത്ത് കയറി മുട്ടുകൂത്തി പ്രാർത്ഥിക്കാനുള്ള അവസരം കൃപയെ എനിക്ക് തന്നു. അതൊക്കെ എൻ്റെ തിരുക്കുമാരനും അമ്മയും എന്നെ ഏറ്റെടുത്തതിൻ്റെ ഫലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ പ്രേക്ഷക വേല ചെയ്യുന്നുണ്ട്. ഞാൻ പത്രം ഇവിടുന്ന് കിട്ടുന്ന കൊണ്ടുപോയി കൊടുക്കുമ്പം ആൾക്കാരോട് ഞാൻ പറയുന്ന എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത്. അല്ലാതെ ഇത് കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ടോ അല്ലെ നിങ്ങൾ ഇന്നാ ഇത് പിടിച്ചോ ഞാനിതാ പോകുന്നു ഞാൻ പോകാറില്ല. ഞാൻ ഓരോ വ്യക്തിയും കണ്ട് എൻ്റെ അനുഭവം ഞാനിവിടെ വന്ന സാഹചര്യവും പറഞ്ഞാണ് ഞാൻ ഈ പത്രം കൊടുക്കുന്നത്. അപ്പോൾ അവരെല്ലാം എന്നോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ചേച്ചിക്ക് പള്ളിയിൽ പോകുന്നു, ഞങ്ങളെക്കാളും അനുഗ്രഹമാണ് ചേച്ചിക്ക് കിട്ടുന്നത്. ചേച്ചി അതുകൊണ്ട് പള്ളിയിൽ പോകണം കേട്ടോ, പ്രാർത്ഥിക്കണം. ഞങ്ങൾ പോലും ഇന്ന് വരെ കൃപാസനത്തിൽ പോയിട്ടില്ല, ചേച്ചിക്ക് പോകാൻ സൗകര്യം. ഈ ജപമാല റാലിക്ക് വന്നറിഞ്ഞപ്പോഴും അവരെല്ലാം പറയുമോ അതെന്തൊരു ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞത് എൻ്റെ അമ്മ എൻ്റെ കൂടെയുണ്ട്, എൻ്റെ തിരുവമ്മാനും അമ്മ എന്നെ ഏറ്റെടുത്തിരിക്കുന്നതാണ്, ഞാൻ അതുകൊണ്ട് പോകുന്നതാണ്. അങ്ങനെ ഞാൻ പത്രം കൊണ്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുറേ പേരുടെ ബെഡ് വഴിയെല്ലാം ഞാൻ പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ തീരെ വയ്യാതെ കിടക്കുന്ന ആൾക്കാരുടെ നെറ്റിക്ക് അവരോട് ചോദിക്കും, ഞാൻ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഉടമ്പടി വസ്തുക്കളുണ്ട്, ഞാൻ നെറ്റിക്ക് തൈലം പൂശി ഞാൻ കുരിശ് വരച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും പ്രാർത്ഥിച്ചോളെ. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ബെഡ് ചെന്നപ്പോൾ ഒരച്ഛൻ ഇങ്ങനെ ഉരുണ്ടുമാറിഞ്ഞ് ആ കൊച്ചിനെ എന്ത് ചെയ്താൽ പിടിച്ചാൽ കൊച്ചു സമ്മതിക്കുകയല്ല, അച്ഛൻ കിടക്കുകയല്ല. ആ കൊച്ചു മടുത്തു. അപ്പോൾ എന്നെ ചെയ്തെന്നറിയാമോ, ഞാൻ ആ കൊച്ചിനോട് ചോദിച്ചു, കൊച്ചേ ഞാൻ ഈ തൈലം ഇച്ചിരി നെറ്റിയെ പെരട്ടിയിട്ട് വന്നു പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു. ചേച്ചി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഈ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനോട് ചോദിച്ചു, കൊച്ചേ എൻ്റെ കയ്യിൽ ഇച്ചിരി ഉപ്പുണ്ട്, ഞാനത് കൂട്ടി ശകലം അച്ഛൻ്റെ നാക്കെ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. കൊടുത്തോളാൻ പറഞ്ഞു. എൻ്റെ ഈശോയെ അമ്മയെ ഞാൻ സാക്ഷ്യപ്പെടുത്തി അവിടെ നിന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അതിൻ്റെ പേരിൽ ആ അച്ഛനുണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് മാറുന്നതിന് മുമ്പേ ആ അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങുക. എന്തൊരത്ഭുതമാണെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ ഞാൻ എല്ലാവരും ക്യാൻസർ രോഗികളെയൊക്കെ കാണാം, എന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ അവർക്ക് വേണ്ട സഹായങ്ങളും കാര്യങ്ങളും ചെയ്യുന്നു. മിക്കപ്പോഴും രോഗികളെ കാണാൻ ഇപ്പോഴാണേലും പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഭവനത്തിലാണേലും ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടി. ആത്മീയ ജീവിതം നല്ല രീതിയിൽ പ്രവർത്തിക്കാനും കൊണ്ടുപോകാനും ഞാൻ എൻ്റെ ഈശോയോടും അമ്മയോടും പ്രാർത്ഥിക്കുന്നു. എനിക്ക് എന്നും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഞാൻ ബൈബിള് വായിക്കുകയും കൊന്ത ചെല്ലുകയും ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എന്നും രാവിലെയും വൈകിട്ടും തിരി കത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും, അമ്മേ എന്നെ തന്നെ വിടരുത്, അമ്മ എൻ്റെ ഈശോയും എൻ്റെ കൂടെ വരണം, ഞാനിത് പോകുന്ന വഴിക്ക് അമ്മ വരണം. എൻ്റെ കുഞ്ഞുങ്ങൾ പോയാലും ഞാൻ പറയും, എൻ്റെ മോൻ വണ്ടി ഓടിക്കാൻ പോയാലും ഞാൻ പ്രാർത്ഥിച്ചെങ്ങനെയാണ് വിടും. ഇതിനെല്ലാം അമ്മയ്ക്കും ഈശോയ്ക്കും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഇവിടെ നിർത്തുന്നു. നന്ദി. ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 34-35 വചനമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കുടുംബം. ദൈവേഷ്ടമനുസരിക്കുന്ന ബന്ധമാണ് ഏറ്റവും മഹത്തായ ബന്ധം. ഉടമ്പടിയിൽ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ അമ്മയെപ്പോലെ ദൈവവചനം ഉൾക്കൊണ്ട വാഗ്ദാന പേടകമായി മാറുകയാണ്. മരിയൻ ഉടമ്പടി നമ്മളെ നയിക്കുന്നത് ദൈവവചനത്തിൽ ഉറച്ചു വിശ്വസിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുവാനാണ്. പരിശുദ്ധ അമ്മ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയുടെ വഴിയിലൂടെ നമുക്കും ഈശോയുടെ കുടുംബത്തിലെ അംഗമാകാം. പരിശുദ്ധ അമ്മ നമ്മളെ കരം പിടിച്ച് ഈശോയിലേക്ക് നയിക്കുകയാണ്. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനാണ് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മളെ ശക്തമാക്കുന്നത്. യേശുവിൻ്റെ അടുത്ത ബന്ധുക്കളാകാനായിട്ടാണ് ഉടമ്പടി ജീവിതം നമ്മളെ വ്യത്യസ്തമായ ഒരു ജീവിതത്തിലേക്ക്, ഒരു പുതിയ ആത്മീയ പദ്ധതിയിലേക്ക് നമ്മളെ വിളിക്കുന്നത്. ആ ദൈവഹിതമനുസരിച്ചുള്ള ജീവിതത്തിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ വഴിയാണ്, ഒരു പുത്തൻ വഴിയാണ്, ഇന്നിൻ്റെ വഴിയാണ് ഉടമ്പടി. വചനം ഉള്ളിൽ ഉൾക്കൊണ്ട് നമ്മൾ വാഗ്ദാന പേടകമായി ജീവിക്കുമ്പോഴാണ് നമ്മളും ഉടമ്പടി മക്കളായി ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി ജീവിക്കാൻ സാധിക്കുന്നത്. നമുക്കും ദൈവത്തിൻ്റെ കുടുംബത്തിലെ അംഗമാകുമ്പോൾ നമുക്കിഷ്ടമുള്ളത് ചോദിക്കാം, അത് ലഭിക്കുക തന്നെ ചെയ്യും. അങ്ങനെയുള്ളൊരു വലിയ
ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത്. ഓമന പ്രഭാകരൻ. ഉടമ്പടി ജീവിതത്തിൽ വിശ്വസ്തയോടെ നമ്മൾ ജീവിതം മുന്നോട്ട് നയിക്കുമ്പോഴാണ് നമ്മളും ദൈവത്തിൻ്റെ കുടുംബത്തിലെ ദൈവത്തിൻ്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകാൻ സാധിക്കുന്നത്. ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുവാൻ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഓമന പ്രഭാകരന് കിട്ടിയ ഈ വലിയ രോഗസൗഖ്യത്തിനും ഈ മകൾ പറഞ്ഞ വേറൊരു കാര്യമാണ് ഉടമ്പടി വസ്തുക്കളുടെ പ്രയോഗം. ഹോസ്പിറ്റലായാലും എവിടെയായാലും ധൈര്യത്തോടെ ഈശോയുടെ അമ്മയെ കാര്യങ്ങൾ പറയുവാനും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനും ഈ സഹോദരിക്ക് മടിയില്ല. ഹോസ്പിറ്റലിൽ പോയി മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ അനുവാദത്തോടു കൂടി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ പുതിയൊരു വിശ്വാസത്തിൻ്റെ വഴിയാണ് തുറന്നു കൊടുത്തത്. നമ്മൾ ഓരോരുത്തരും ഓരോ പത്രം കൊടുക്കുമ്പോഴും കൃപാസന പത്രം കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ നമ്മൾക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തിൻ്റെ ആ ദീപം വീണ്ടും തെളിക്കുവാനായിട്ട് അവരെ സഹായിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഓമന പ്രഭാകരന് കുടുംബത്തിന് ലഭിച്ച രോഗസൗഖ്യത്തിനും മകന് കിട്ടിയ ജോലിക്കും 11 വർഷമായി KSRTCയിൽ അപ്ലൈ ചെയ്തിരുന്നു. പക്ഷെങ്കിൽ ഉടമ്പടി എടുത്ത ഉടനടി ഈശോ അനുഗ്രഹം കൊടുക്കുകയായിരുന്നു. രോഗസൗഖ്യത്തിനും ജോലിക്കും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുവാൻ ഒരു യോഗ്യതയുമില്ലാത്ത എനിക്കും എൻ്റെ മക്കൾക്കും ഇതിന് ഒരു അവസരം തന്നതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഷെറിൻ. ഞാൻ ആലുവയ്ക്കടുത്ത് ചൊവ്വരയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 ആദ്യമായി ഉടമ്പടി എടുത്തത്. എനിക്ക് എൻ്റെ കൈ പൊന്തുകയില്ലായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അത് എപ്പോഴാണ് മാറിപ്പോയതെന്നൊന്നും എനിക്ക് അറിയില്ല. പിന്നെ എൻ്റെ മകൻ അന്ന് 10ാം ക്ലാസ്സിലാണ്. അപ്പോൾ പഠിക്കാനൊക്കെ മോശമായിരുന്നു. അപ്പോൾ അവന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തു. അവൻ 80% എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ എനിക്ക് ഇവിടെ കയറി നിന്ന് പറയാനുള്ള പേടിയുണ്ട്. ഞാൻ അന്ന് മാതാവിനോട് പറഞ്ഞു 80% അവൻ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ 80% അവന് കിട്ടിയാൽ മാത്രമേ ഞാനിവിടെ കയറി നിന്ന് പറയുള്ളൂ എന്ന് മാതാവിനോട് പറഞ്ഞു. പക്ഷേ മാതാവ് എനിക്ക് ഇവിടെ കയറി നിന്ന് പറയണം എന്നുള്ളതുകൊണ്ട് 82% മാർക്കാണ് അന്ന് തന്നത്. പിന്നെ എൻ്റെ മകൾ അയന, കുഞ്ഞ് ലിയാൻഡ്രോ, ഇത് മകൻ ജോസഫ് അതിൽപോൾ. എൻ്റെ മോൻ വിളിക്കുകയാണ്, അമ്മ എനിക്ക് പെട്ടെന്ന് എന്താണാവോ കാലിനും കൈക്കും എന്തോ ഒരു വിഷമം പോലെ, എനിക്കിങ്ങനെ എന്തോ കുഴച്ചിൽ പോലെ വരണം. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അപ്പോൾ ആ 2 ദിവസം അവന് ഇത്തിരി വർക്ക് ഉണ്ടായിരുന്നു, ഇലക്ട്രിക്കിൻ്റെ വർക്ക്. അവൻ ഇത് അപ്രന്റീസ്ഷിപ്പിന് കയറിയൊക്കെ ആയിരുന്നു. അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജമാല റാലിക്ക് കിട്ടിയതാണ്. അതും എറണാകുളത്ത് തന്നെ കിട്ടി. മോളും എറണാകുളത്ത് ലക്ഷ്മി ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ഈ 4 മാസത്തോളം മോനാണ് ഭക്ഷണങ്ങൾ, എൻ്റെ അമ്മയുടെ അനിയത്തിരി വീട് അവിടെയുണ്ട്, അവിടെ നിന്ന് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് തന്നിട്ടാണ് അവൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ളൊരു മോനാണ്. അപ്പോൾ തലേദിവസം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കും നീ എന്ന കാലത്ത്. അപ്പം അളിയൻ കൊച്ച് പറഞ്ഞ് അവനെ വന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേണ്ട, ഞാൻ രാവിലെ വരാമെന്ന് പറഞ്ഞ് രാവിലെ വന്ന് കഴിഞ്ഞ് ഹോസ്പിറ്റൽ അവിടെ അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ കാണിക്കും. ഇവിടെ ആവുമ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേനും പോവാൻ നേരം വൈകുമല്ലോ, കുറേ നാളായല്ലോ ഇവിടെ കിടക്കണത്. അപ്പം ജനറലിൽ കാണിച്ചിട്ട് നമുക്ക് വേഗം പോകാമെന്ന് വിചാരിച്ചു. ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ CT എടുത്തു. CT എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ CTയിൽ എന്തോ പ്രശ്നം കാണുന്നു, വേഗം ഇവിടുന്ന് കൊണ്ടുപോക്കും കളമശ്ശേരിയിൽ കൊണ്ടുപോയി. അപ്പം തന്നെ MRI എടുക്കും, നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് വേഗം ആംബുലൻസ് വിളിച്ച് കൊച്ചിനെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഭയങ്കര തിരക്ക്, ഒരു കാര്യവും നടക്കില്ലല്ലോ. അപ്പം കൊച്ച് അപ്പത്തേനും അവൻ്റെ ഒരു വശം ഇങ്ങനെ തളർന്നു പോലത്തെ അവസ്ഥയായി, വീൽ ചെയറിലായി. അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ച് ആംബുലൻസിൽ അവനെ ഇവിടെ എത്തി. പിന്നെ ലിസി എത്തിയപ്പോഴത്തേനും അവന് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് കിടപ്പായി. അപ്പം മാതാവ് എന്നെ ജപമാല അത്ര എത്തിച്ചത് എൻ്റെ മകന് ഇത് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഞാൻ എത്തിച്ച് ഐസിൻ്റെ ഫ്രണ്ടിലിരുന്ന് ജപമാല എത്തിച്ച് ഡോക്ടർ പറഞ്ഞു 3 മാസം കഴിയാതെ അവൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞ്. പക്ഷേ ബ്രെയിനിനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം. അപ്പം എനിക്ക് ആദ്യം ഇവിടെ ഓരോരുത്തർ സാക്ഷ്യം പറയും, എനിക്ക് തോന്നുമായിരുന്നു
ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോൾ ഒന്നറിയാണ്ട് എങ്ങനെ ഇത്ര ലക്ഷങ്ങൾ കടം വീട്ടാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തോന്നുന്നു അതൊക്കെ നമ്മുടെ തോന്നലാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ ഓരോരുത്തരുടെ സാക്ഷ്യം. പിന്നെ അങ്ങനെ ഇത്ര ലക്ഷങ്ങളുടെ കാര്യങ്ങൾ വരല്ലേ എന്ന് തോന്നും. ഞാൻ ആ ഒരു സ്റ്റേജിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി മാതാവ് ഇത്രമേൽ അനുഗ്രഹം. ഓരോ ഇഞ്ചക്ഷൻ 3.25 ലക്ഷം അങ്ങനെ ടെസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഒരു വികാരമില്ലാതെ നിന്ന് ആൾക്കാർ അങ്ങനെ നിൽക്കണമെന്ന് പറയുമ്പോൾ തോന്നും പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു വികാരമില്ലാതെ നിൽക്കല്ലേ എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആ ഒരു അവസ്ഥയിൽ നിന്നപ്പോൾ എനിക്ക് തോന്നി എത്ര അത്ഭുതം മാതാവ് ഇവിടെ ചെയ്യണത്. ഞാൻ ഒന്നും അറിയില്ല, ലക്ഷങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടാ എങ്ങനെ ആ കടങ്ങളൊക്കെ കൊടുത്ത് പൈസകളൊക്കെ എങ്ങനെ ഇതൊക്കെ നടന്നു പോകുന്നതെന്ന് എനിക്കിപ്പോഴും അത്ഭുതമാണ്. അത് ഇവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശരിയായ കാര്യങ്ങളാണ്. മാതാവ് അങ്ങനെ ഒരു അത്ഭുതം ഇതായി. മോൻ 3 മാസം എന്ന് പറഞ്ഞിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് പിറ്റേ ദിവസം തുടങ്ങി ഇവൻ്റെ കൈ ഞാൻ എന്നും ചെല്ലുമ്പോൾ ഈ മാതാവിൻ്റെ ഇവനെ കൈമ പിടിപ്പിക്കും, നെറ്റിയിൽ കുരിശ് വരപ്പിക്കും. IC കയറി കാണുമ്പോൾ അവന് പേര്. പിന്നെ ഒരു കാര്യം, ആൾക്കാർ ഇവിടെ ഓരോ പേര് പറയുമ്പോൾ ഞാൻ ഓർക്കും എൻ്റെ പോലെ ഇതൊക്കെ എന്ത് രോഗമാണ്, മനുഷ്യരോട് എങ്ങനെ പറയും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോൻ ആ ഒരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ പ്രതിരോധശേഷി എതിരായിട്ട് വരുന്ന ഒരു രോഗമാണ് CNS ഡിമുലേറ്റിംഗ് ഡിസോർഡർ മൊഗാഡ്. അപ്പം ഞാൻ ഓർക്കണേ ആൾക്കാർ ഇവിടെ വന്ന് പറയുമ്പോൾ എങ്ങനെ വായിക്കൊള്ളാത്ത പേരൊക്കെ പറയും എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ ഉണ്ടെന്ന് പറയാൻ തന്നെ നമുക്ക് പറ്റണത്. അപ്പം പിറ്റേ ദിവസം ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അവൻ്റെ വിരലിലൊന്ന് പിടിക്കാൻ പറഞ്ഞു. പക്ഷെ അവൻ്റെ വിരലിൽ പിടിച്ച് മാതാവിൻ്റെ കാശുരൂപം കൂട്ടിയാണ് പിടിച്ചത്. പെട്ടെന്ന് അവൻ വളരെ ശക്തമായിട്ട് എൻ്റെ കൈമേ പിടിക്കുകയും 3 മാസം എന്ന് പറഞ്ഞത് 3 ആഴ്ച കൊണ്ട്, അത് അവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ 8-ാം ദിവസം വീട്ടിലോട്ട് 1 മാസം അവിടെ കിടന്ന് അവനെ ഫിസിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് 1 ദിവസം പോലും അവിടെ കിടത്താതെ വീട്ടിൽ വന്ന ഒരാഴ്ച ഫിസിയോതെറാപ്പി ചെയ്ത് പിന്നെ പിറ്റേ ആഴ്ച 3-ാമത്തെ ആഴ്ച ഡോക്ടറെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ഇപ്പോൾ നടന്ന് ചെല്ലണം കണ്ടപ്പോൾ ഡോക്ടർക്ക് അതിശയം. ഇവൻ്റെ പെരുവിരലിൽ പോലും നടത്തി നോക്കി. കാരണം ആ വിരലിൽ നടക്കാൻ നമുക്ക് അത്രയും ഇതുണ്ടെങ്കിലല്ലേ സാധിക്കുള്ളൂ. പെരുവിരലിൽ നടത്തി നോക്കിയപ്പോൾ ഇവൻ നടന്നു. എൻ്റെ മോന് മാതാവ് അങ്ങനെ 3 മാസത്തിൽ എനിക്ക് നടക്കുമെന്ന് പറഞ്ഞത് 3 ആഴ്ചയ്ക്കുള്ളിൽ അവൻ എനിക്ക് നടന്നു. എന്നെ കാണിച്ചു തരാനായിട്ട് പിറ്റേ പ്രാവശ്യം ഞാൻ ടെസ്റ്റിന് ചെന്നപ്പോൾ ഈ ഒരു പ്രായത്തിലുള്ളൊരു മകള് അവിടെ വന്നേക്കണ്. അതിന് ഇതേ സെയിം അസുഖമായിട്ട് അരയ്ക്ക് കീഴ്പോട്ടാണ്. അതിൻ്റെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ. അപ്പം അങ്ങനെ ആ കൊച്ച് എനിക്ക് നടക്കാതെ ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് എല്ലാവരും കൂടി അതിൻ്റെ കഷത്ത് കൈയിട്ടുണ്ടും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയതാ മോൾക്ക് ഇന്ന അസുഖമാണോ? അപ്പം ഇതാണ്. എത്ര നാളായി മോൾക്ക് ഇത് വന്നിട്ട്? 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞ് ആ കുഞ്ഞിന് ഇപ്പോഴും ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നടക്കാനായിട്ട് സാധിക്കണില്ല സ്വയം. അപ്പം എൻ്റെ മകനെ മാതാവ് അതിനേറെ സ്പർശിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മകന് സൗഖ്യം തന്ന് മാതാവ് അനുഗ്രഹിച്ചു. അങ്ങനെ മാതാവ് തന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട്. എനിക്കും നിരവധിയായ രോഗസൗഖ്യങ്ങളൊക്കെ തന്ന് മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. നെഞ്ചിൽ വേദനയൊക്കെ വന്നാൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഒക്കെ പോയി എല്ലാം കാണിച്ചു കഴിഞ്ഞാലും ഒന്നും എന്താണെന്നറിയില്ല. അവർ പറയും നമ്മുടെ സംശയമാണ്, ഇങ്ങനെ തോന്നലാണെന്നൊക്കെ പറയും. പക്ഷെ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്കും അങ്ങനെ രോഗസൗഖ്യങ്ങളൊക്കെ തന്നു. അങ്ങനെ എല്ലാം തന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, പത്രം ആസ്പത്രികളിലും റോഡിലും പിന്നെ വീടുകളിലൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ഞാൻ അങ്ങനെ മകന് വന്ന ഐസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നപ്പോഴാണ് ഇതേപോലെ വേദനിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് നമുക്ക് മനസ്സിലാവണം. അവൻ്റെ ഓരോ കാര്യത്തിന് ഞാൻ ചെല്ലുമ്പോൾ എന്നെല്ലായതും അവനും ഇത്ര വേഗം സൗഖ്യം കിട്ടി. 3 മാസം എന്ന് പറഞ്ഞിട്ട് പിറ്റേ മാസം അവനിവിടെ ജപമാല റാലി ഉണ്ടായപ്പോൾ അതിൽ പങ്കെടുത്ത് ഇത്രയും വഴി അവന് നടക്കാൻ സാധിച്ചു. അങ്ങനെ അമ്മ മാതാവ് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി. കാരുണ്യപ്രവൃത്തികൾ ഞങ്ങളിലാവുന്നത് എല്ലാവർക്കും ഞങ്ങൾ പൈസയായിട്ടും അല്ലാതെയും എല്ലാവർക്കും രോഗികളെ പോയി സന്ദർശിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതാണ് എനിക്ക് അമ്മ മാതാവ് തന്ന അനുഗ്രഹം.
കുർബാനയിൽ ഈ ഒരു വർഷക്കാലം ഈ ആസ്പത്രിയൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി നടന്ന് കുർബാനയിൽ യൂട്യൂബ് വഴി എന്നും കുർബാനയിലൊക്കെ കൂടുമായിരുന്നു. പിന്നെ കുമ്പസാരം ഇപ്പം വന്ന് കുമ്പസാരത്തിൽ ഉണ്ട്. മാസത്തിൽ ചിലപ്പോൾ മാസത്തിലൊരിക്കലായിരിക്കും, ചിലപ്പോൾ സാധിക്കുന്ന പോലെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം ഉണ്ട്. പിന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്നും മുടങ്ങാതെ ചൊല്ലുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഇതാണ് മാതാവ് തന്ന അനുഗ്രഹം. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 16-ാം വചനമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ നമ്മൾ വ്യത്യസ്തരാണ്. ഇസ്രായേൽ ജനത വ്യത്യസ്തമാക്കിയത് അവരുടെ ശക്തിയോ സമ്പത്തോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം ജനങ്ങളോട് വിശുദ്ധീകരണത്തിനും ശക്തീകരണത്തിനും ഉതകുന്ന 10 കൽപ്പനകളാണ് പഴയ നിയമത്തിൽ നാം കാണുന്നത്. പക്ഷെങ്കിൽ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നത് വഴി നമ്മൾ പുതിയൊരു വാഗ്ദാന പേടകമാണ്. ഇസ്രായേൽ ജനത വാഗ്ദാന പേടകം വഴി യാത്രയിൽ ചുമല് വഹിച്ച് നടക്കുവാനാണ് അവരോട് പറഞ്ഞത്. ഇന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിലൂടെ പുതിയ വാഗ്ദാന പേടകമായി എല്ലാ ജനതകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഇന്നത്തെ പുതിയ ഒരു ജനമായി നാം കഴിയുന്നത്. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാവരും ഇന്ന് വ്യത്യസ്തമാക്കുമെന്ന് പറഞ്ഞത് ഒരു വലിയൊരു സാക്ഷ്യമാണ് ഷെറിൻ നമ്മളോട് ഷെയർ ചെയ്തത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ എത്രയൊക്കെ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഉണ്ടായാലും, ഒരുപക്ഷെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാവാം, പ്രതിസന്ധികളാവുന്ന ജോലിയില്ലായ്മയാവാം, വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്താവാം, ഒരുപക്ഷെ വിവാഹത്തിന് ഒരു പങ്കാളി കിട്ടാത്താവാം, എന്ത് തന്നെ പ്രതിസന്ധി ആയാലും ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ മറ്റ് ജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ഉടമ്പടി ജീവിതമാണ്. ഉടമ്പടി ജീവിതം വിശ്വസ്തയോടെ വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് നയിക്കുമ്പോൾ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം കൂടുതൽ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും ഷെറിനും കുടുംബത്തിൽ ലഭിച്ച